നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആകാശിനെ മാത്രമല്ല, അവനിപ്പോ ഭാര്യയായി കൊണ്ടു നടക്കുന്ന ചാരുവിന്റെയും കണ്ണുനീർ എനിക്ക് കാണണം. അതിനുള്ള അവസരം നോക്കി നിൽക്കുക ഞാൻ. അതിനുള്ള അവസരം വന്നെന്ന് വിചാരിച്ചോ? ഞാൻ ഉണ്ടാക്കിത്തരാം മോക്ക് അവളെ കരയിപ്പിക്കാനുള്ള അവസരം. മനസ്സിലായില്ല. ആകാശിനെ ആ തുണിക്കച്ചവടക്കാരെയും കരയിപ്പിക്കണമെങ്കിൽ മോൾ ഓഫീസിലെ ചീഫ് എഞ്ചിനീയറായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ വീട്ടിലെ മരുമകളായിട്ട് വരണം. ആന്റിയുടെ വീട്ടിലേക്ക് മരുമകളായി വരാനോ? അതെങ്ങനെ പറ്റും? മോള് വിചാരിച്ചാൽ നടക്കും. ആന്റി എന്താ കൺഫ്യൂഷൻ ആക്കുന്നേ? ആകാശ ചാരുവിനെ വിട്ട് വരില്ലെന്ന് ആന്റി തന്നെയല്ലേ പറഞ്ഞ്? അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ ആ വീട്ടിലെ മരുമകളായിട്ട് വരും? മോള് മറന്നുപോയോ? എനിക്ക് മക്കള് രണ്ടാ. ആകാശനൊരു ചേട്ടനും കൂടിയുണ്ട്, എന്റെ മൂത്ത മകൻ അരവിന്ദ്. അരവിന്ദിനെ കല്യാണം കഴിച്ച് മൂത്ത മരുമകളായി വരാനാ ഞാൻ പറഞ്ഞത്. എന്റെ മൂത്ത മോന് പെണ്ണ് ചോദിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. അവന്റെ ഭാര്യയാകുന്നതില് മോക്ക് സമ്മതാണോ? ആന്റി ഇങ്ങനെ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ ചോദ്യം മോള് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മോളുടെ മറുപടി ഞാൻ പ്രതീക്ഷിച്ച മറുപടിയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എനിക്ക് സമ്മതമാണെന്ന് പറയാൻ പറ്റില്ല. അത് ശരിയാവില്ല ആന്റി. എന്താ ശരിയാവാത്തത്? എല്ലാം അറിഞ്ഞോണ്ടല്ലേ ആന്റി എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഞാൻ ഇങ്ങനെ അരവിന്ദിനെ കല്യാണം കഴിക്കും? ആന്റി ഒന്ന് എന്റെ ഭാഗത്ത് നിന്ന് അരവിന്ദ് ആരാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ആരാ മോളെ? ഞാൻ സ്നേഹിച്ചിരുന്ന ആകാശിന്റെ ചേട്ടൻ. മോള് സ്നേഹിച്ചിരുന്ന ആകാശിന്റെ ചേട്ടനല്ലേ? അതിനിപ്പൊ അങ്ങനെ അല്ലല്ലോ. അതിലെന്താ വ്യത്യാസമുള്ളത്? ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ മോളെ. ശ്രേയ സ്നേഹിച്ചിരുന്ന ആളിന്റെ ചേട്ടനെ കല്യാണം കഴിച്ചാ അത് പാപമാണ്, ദ്രോഹവുമാണ്. പക്ഷേ മോൾ ഇപ്പൊ ആരെയും സ്നേഹിക്കുന്നില്ലല്ലോ. മോളുടെ മനസ്സിൽ പോലും അവനില്ല. പിന്നെ എന്തിനാ ഈ കാട് കയറി ചിന്തിക്കുന്നേ? അല്ല ആന്റി, ഇത് ശരിയാവില്ല. ഒരു ശരികേടും ഇല്ല ഇതില്. ചേട്ടൻ നിശ്ചയിച്ചിരുന്ന പെണ്ണിനെ അനിയൻ കല്യാണം കഴിച്ചു. അനിയന് നിശ്ചയിച്ച പെണ്ണിനെ ചേട്ടൻ കല്യാണം കഴിക്കുന്നതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമല്ലേ? മോൾ എന്നോ സ്നേഹിച്ചിരുന്ന ഒരാളിന്റെ ചേട്ടനെ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. മോൾ ഇത്രയൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. ചാരുവിന്റെ അരവിന്ദിന്റെയും കല്യാണം നിശ്ചയിച്ച് മണ്ഡപം വരെ എത്തിയതല്ലേ? എന്നിട്ട് അവളെ കെട്ടിയത് ആകാശല്ലേ? അത് തെറ്റാണെന്ന് അവൻ വിചാരിച്ചില്ലല്ലോ. മോള് ശരിയോ തെറ്റോ ഒക്കെ ആലോചിച്ച് കിട്ടിയ അവസരം വെറുതെ കളയരുതെന്നേ ഞാൻ പറയൂ. ജീവിതകാലം മുഴുവൻ മോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുന്നില്ലല്ലോ. എന്തായാലും വേറൊരു കല്യാണം കഴിക്കണമല്ലോ. അതിപ്പോ അരവിന്ദായാൽ എന്താ കുഴപ്പം? ശ്രേയക്ക് ആ വീട്ടിലേക്ക് വന്നു കയറാലോ. തുണിക്കച്ചവടക്കാരിയും ആകാശനെയും ജീവിക്കാൻ വിടരുത്. മോള് ചിരിച്ചോണ്ട് ചാരുവിനെ കരയിപ്പിക്കണം. മോളെ തല്ലി ആകാശനെ തിരിച്ചടിച്ചുകൊണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാനും എന്റെ മോനും മോക്ക് തരും. ശ്രേയ ആഗ്രഹിച്ച ജീവിതം മറ്റൊരു രീതിയിൽ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി.
ഇനി ശ്രേയയുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവാൻ എന്റെ വീട്ടിലെ മരുമകളായി വരണം. ഇതിനും അപ്പുറം എന്തു പറയണമെന്നൊന്നും എനിക്കറിയില്ല. മോൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം. ഞാൻ പറയുന്നതൊക്കെ ശ്രേയയ്ക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ ശ്രേയയുടെ അമ്മയ്ക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ശ്രേയയെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ.